മൗനമാണ്. ഇക്കാര്യത്തിൽ സഭയിൽ ചോദ്യത്തോട് കൃത്യമായി പ്രതികരിച്ചില്ല വൈദ്യുതി വകുപ്പ് മന്ത്രി. എന്തു പ്രതികരിക്കാനാണ് എന്നൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ അണികളും അതുപോലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ ഫേസ്ബുക്കിൽ എഴുതി വെക്കുന്ന നെടുങ്കൻ ഡയലോഗുകൾ നിയമസഭയിൽ പറയാമായിരുന്നു. അതായത് ഈ ബെന്നി ജോസഫിന് എത്രത്തോളം ഈ കഴിവുണ്ട്, അദ്ദേഹം എത്രത്തോളം വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്, പ്രവർത്തന പരിചയമുള്ള ആളാണ് എന്നൊക്കെ നിയമസഭയിലും പറയാമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം തയ്യാറായില്ല എന്നതാണ്. ആ തയ്യാറാകാത്തതിന്റെ കാര്യം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ധാർമ്മിക പ്രസംഗങ്ങൾ തിരിച്ചു കൊത്തും എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ടാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോയി. അത് ജനങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങളുടെ രാഷ്ട്രീയ മറുപടി അല്ല എന്നാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ടവരും പാർട്ടിയുമായി ബന്ധപ്പെട്ടവരും മുഴുവനും പറഞ്ഞത്. പ്രതികാര നടപടിയല്ല, ഇത് ജനങ്ങൾക്ക് നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതിലെന്താണ് നീതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നോക്കൂ, ഈ നിയമനങ്ങൾ അർഹതയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വന്തം ബന്ധുക്കൾക്ക് സർക്കാർ നിയമനമോ അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫ് നിയമനമോ അനധികൃതമായ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായമോ നൽകുന്നതിനെ തന്നെയാണ് നമ്മൾ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത്. അതിൽ പ്രീതിയോ വിദ്വേഷമോ ഒന്നുമില്ലാതെ ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് 2 ആഴ്ചകൾ പിന്നിടുന്നതിന് മുൻപ് തന്നെ ഈ തരത്തിലുള്ള നിയമനം നടത്താനുള്ളൊരു തീരുമാനം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് അവനവനോടെങ്കിലും അയ്യോ മോശമായി എന്ന് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു തോന്നലുണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. അദ്ദേഹം KPCCയുടെ അധ്യക്ഷനാണ്, ഇപ്പോഴും ചുമതല മാറിയിട്ടില്ല, പുതിയ അധ്യക്ഷനെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ പാർട്ടി നിയമിച്ചതാണ് എൻ്റെ വകുപ്പിൽ എന്നും പറയാൻ കഴിയില്ല. കാരണം ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിയാണ് ഈ സണ്ണി ജോസഫ് എന്നിരിക്കെ പാർട്ടി നിയമിച്ചതാണ് എന്നും പറയാൻ കഴിയില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ പറഞ്ഞതൊക്കെ വിഴുങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധ്യമാകുന്നതാണെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് 2 ആഴ്ചക്കാലത്തെ ഷോർട്ട് മെമ്മറി അല്ല ഉള്ളത് എന്ന് ഞാൻ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളോടും ആ പാർട്ടിയോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരിയാണ്, ഷോർട്ട് മെമ്മറിയൊക്കെ ഉണ്ട് മലയാളത്തിൽ, പക്ഷേ അത് 2 ആഴ്ച ചുരുങ്ങിയതല്ല. ഈ തിരഞ്ഞെടുപ്പ് കാലം മുഴുവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അതിനിടയ്ക്ക് ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് മുൻപ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറക്കുന്നത്? ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് 2 മന്ത്രിമാർ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് രാജിവെച്ച് പോയില്ലേ? ആ സമയത്ത് നടത്തിയ പ്രതികരണങ്ങൾ, സമരങ്ങൾ ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് മറന്നുപോയത്? അതോ UDFന് മാത്രമായി എന്തെങ്കിലും പ്രിവിലേജ് ഉണ്ട് എന്ന് ധരിച്ചു വശായി പോയതാണോ? അല്ല, പ്രതിപക്ഷത്തിരുന്നതിന്റെ പ്രിവിലേജാണ്, അതായത് ഭരണത്തിൽ നിന്ന് മാറി നിന്നതിന്റെ രാഷ്ട്രീയ പ്രിവിലേജ് മാത്രമാണ് UDF ഈ പോയ 10 വർഷവും അനുഭവിച്ചത് എന്ന് മിനിമം മനസ്സിലാക്കുക. ഭരണപക്ഷത്തിരിക്കുമ്പോൾ വോട്ട് ചെയ്തവർ, മറ്റു രാഷ്ട്രീയ പാർട്ടികൾ, ജനങ്ങൾ, മറ്റ് മാധ്യമങ്ങൾ ഇവരെല്ലാവരും ചോദ്യവുമായി വരും. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരുന്നത് നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ്. ഇപ്പോൾ സ്വാഭാവികമായ ആ ചോദ്യം നിങ്ങൾക്ക് എതിരായി വരിക